ഹലോ ഗൈസ്, ഞാനിന്ന് ചെറിയൊരു വിഷയത്തെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ ഒരു പെർഫ്യൂം വാങ്ങാൻ പോകുന്നതും ചില സമയത്ത് ഒരേ പെർഫ്യൂമിന് 25,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപേൻ്റെ ഒരു പെർഫ്യൂമിന് അതേ പെർഫ്യൂമിന് നമുക്ക് വേറെ ഇപ്പോഴത്തെ പുറത്ത് മാർക്കറ്റിൽ മിക്സ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നും 1000 രൂപയ്ക്കും 1500 രൂപയ്ക്കും കിട്ടുന്നു. അപ്പോൾ ഇത്രയും ഭയങ്കര ലാഭമുള്ളൊരു പരിപാടിയാണോ പെർഫ്യൂം? അതായത് ശരിക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒരു ക്രീഡ് അവൻറ്റസ് എടുക്കുകയാണെങ്കിൽ ക്രീഡ് അവൻറ്റസ് പറഞ്ഞ പെർഫ്യൂമിന് ഏകദേശം 10-20,000 മുകളിൽ വില വരുന്നുണ്ട് എങ്കിൽ നമുക്കൊരു 1000 രൂപയ്ക്ക് അതേ പെർഫ്യൂമിൻ്റെ 1000-1500 രൂപയ്ക്ക് അതേ പെർഫ്യൂമിൻ്റെ സെയിം സ്മെല്ല് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവർ എന്ത് പ്രോഫിറ്റാണ് നമ്മളിൽ നിന്ന് എടുക്കുന്നത്, എന്താണ് ഇങ്ങനെ ഭയങ്കര പൈസ ആണല്ലോ നമ്മളിൽ നിന്ന് ചാർജ് ചെയ്യുന്നില്ലേ. അതായത് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ. അതായത് ശരിക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർഫ്യൂം പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പം പണ്ട് കാലത്ത് ഈ പെർഫ്യൂം വന്നിരുന്നത് നമ്മൾ അന്ന് അത്തർ അല്ലെങ്കിൽ പെർഫ്യൂം ഓയിൽസൊക്കെ പറഞ്ഞാൽ നാച്ചുറൽ വേയിൽ ഉണ്ടായിരുന്ന ഓയിൽസ് ആയിരുന്നു. അതായത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലും കാര്യങ്ങളുടെ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള, അതായത് ഒറിജിനൽ കോമ്പോണൻസ് നിന്നും, അതായത് ഇപ്പോൾ റോസ് ആണെന്നുണ്ടെങ്കിൽ റോസിൻ്റെ ഒറിജിനൽ എക്സ്ട്രാക്ട്സ് എടുത്തിട്ടുണ്ടാക്കുന്ന പെർഫ്യൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും പല ബ്രാൻഡഡ് പെർഫ്യൂംസും നാച്ചുറൽ എക്സ്ട്രാക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഇപ്പം നമുക്ക് ചെറിയ ഡബ്ബ അത്തറുകളും മറ്റുമൊക്കെ വളരെ ചീപ്പായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് എത്രത്തോളം ലോക്കൽ കെമിക്കൽസ് ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ ബ്രാൻഡഡ് പെർഫ്യൂമുകൾ ഇപ്പോഴും നാച്ചുറൽ കോമ്പോണൻസും അതേപോലെ തന്നെ നാച്ചുറൽ എക്സ്ട്രാക്ട്സും ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റും അതേപോലെ അവരുടെ ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അതിൻ്റേതായ വെരിഫിക്കേഷൻസ്, ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പോണൻസുമായിട്ട് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവർ നാച്ചുറൽ എക്സ്ട്രാക്ട്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പെൻസ് കൂടുകയും അതേപോലെ തന്നെ എന്താ പറയുക, അതിൻ്റേതായ പ്രൊഡക്ഷൻ ഇതും എല്ലാം കൂടിയിട്ട് അതിന് വരുന്നൊരു കോസ്റ്റ് എന്തായാലും കൂടുതൽ വരും. എന്നാൽ നമ്മളൊരു സാധാ ഒരു മിക്സിംഗ് പെർഫ്യൂം എടുക്കുന്ന സമയത്ത് അതിന് ചെറിയ അത്ര എക്സ്പെൻസ് വരില്ല. കാരണം അതെല്ലാം സിന്തറ്റിക് ആണ് ഉപയോഗിക്കുന്നത്, നാച്ചുറൽ എക്സ്ട്രാക്ട്സ് അതിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും ഒരു ഒറിജിനൽ പെർഫ്യൂം വാങ്ങിയിട്ട് അതേ സ്മെല്ല് മറ്റൊരാളുടെ അടുത്ത് നിന്ന് അടിച്ചിട്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ വാങ്ങിയവർക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഉള്ള പെർഫ്യൂമാണ് കിട്ടുന്നത്. നമ്മൾ കോപ്പി വാങ്ങുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയുള്ള പെർഫ്യൂമാണ് കിട്ടുന്നത്. രണ്ടുപേർക്കും എന്താണ് മെൻ്റലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു ബ്രാൻഡഡ് ഷർട്ടിൻ്റെ ഒറിജിനൽ വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഷർട്ടിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് ഫീൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ പോയാൽ പല ബ്രാൻഡഡ് ഷർട്ടുകളുടെയും കോപ്പി ഷർട്ടുകൾ കിട്ടും, ചെറിയ പൈസക്ക് കിട്ടും. അതേ സംഭവം തന്നെ, രണ്ടിനും രണ്ട് ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ നമുക്ക് ഒരാൾ ഷോ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളൊരു മെൻ്റലി ഫീലിങ്ങിനൊക്കെ ആയിട്ട് രണ്ടും ഓക്കെയാണ്. ഏതായാലും ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.